എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ രണ്ട് കോട്ടയംകാരാണ്. വേണമെങ്കിൽ ഇവിടുത്തെ എന്താ പറയുക, പതിവ് ഭാഷയെ പറഞ്ഞ രണ്ട് കോട്ടയം അച്ചായന്മാർ. പക്ഷേ ഞങ്ങൾ രണ്ടു പേർക്കും കോഴിക്കോടിനോട് പ്രത്യേകമായ താല്പര്യമുള്ളവരാണ്. ഞാനിവിടെ 97 ജോലി ചെയ്തിട്ടുണ്ട്. മലയാള മനോരമയുടെ ഡൽഹി ബ്യൂറോയിലേക്ക് പോകുന്നത് കോഴിക്കോട്ട് നിന്നാണ്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വലിയ കാര്യം, കോഴിക്കോട്ട് വളരെ കുറച്ച് കാലത്തെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കോഴിക്കോട്ടുകാരെ കുറിച്ച് ഒരു കോട്ടയംകാരന് തോന്നിയിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് എല്ലാവരും വേണ്ടപ്പെട്ടവരാണ് എന്നുള്ള ഒരു തോന്നലോടെ ജീവിക്കുന്ന ഒരു ജനതയുള്ള സ്ഥലം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് സക്കറിയയുടെ കാര്യം എടുത്താൽ അദ്ദേഹത്തിൻ്റെ കഥകളിൽ ഉൾപ്പെടെ കോഴിക്കോട്ടുകാർ കഥാപാത്രങ്ങളായിട്ടുണ്ട്, കോഴിക്കോട് കഥാപരിസരമായിട്ടുണ്ട്. ബാബുക്ക കഥയിൽ വരുന്നുണ്ട്. ബാബുക്കയെ സക്കറിയയിൽ നിന്നെടുത്ത് ഗീതാഞ്ജലി ശ്രീ ടൂംബ് ഓഫ് സാൻഡിൽ ബൂക്കർ പ്രൈസ് വരെ എത്തിച്ച നോവലിൽ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ കോഴിക്കോട് പ്രത്യേകമായ ഒരു സ്ഥലമാണ്. ആ ഓർമ്മകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സാറിന് തുടങ്ങാം. സാറ് അല്ല, കോഴിക്കോടിനെ കുറിച്ച് സാറിനുള്ള നല്ല കാര്യങ്ങൾ. കോഴിക്കോടിനെ പറ്റി നല്ല വാക്കുകൾ മാത്രമേ പറയാനുള്ളൂ. കാരണം ഞാനൊരു 30 കൊല്ലം മുമ്പ് ഡൽഹി വിട്ട് ഇവിടെ തിരിച്ചു വന്നപ്പോൾ, ഏഷ്യാനെറ്റുമായിട്ട് തിരിച്ചു വരുന്ന കാലത്ത് എനിക്കിവിടെ ഞാൻ താരതമ്യേന അപരിചിതനാണ്. ഒരു 20 കൊല്ലം ഇവിടെ ഇല്ലായിരുന്നു. എനിക്ക് വീണ്ടും ഇവിടെ വേര് പിടിക്കാൻ ചെലൂർ വേണുവിനെ പോലെയൊക്കെയുള്ള, ചിന്തരവിയെ പോലെയൊക്കെയുള്ള കോഴിക്കോട്ടുകാരുടെ ഒരു സുഹൃത്ത് സംഘത്തിൻ്റെ ഭാഗമായതോടുകൂടിയാണ് എനിക്ക് കേരളത്തിൻ്റെ ആ കലാകാരന്മാരുടെയൊക്കെ വലയത്തിൽ നിൽക്കാൻ എനിക്കൊരു ഉറപ്പ് കിട്ടിയത് വാസ്തവത്തിൽ. അപ്പോഴെനിക്ക് തിരുവനന്തപുരം ഒരു നല്ല നല്ല നഗരമാണ്. ഞാൻ ജീവിക്കുന്ന തിരുവനന്തപുരത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതൊരു ഉണങ്ങിയ സ്ഥലമാണ്. അവിടെ ഒരു ഒത്തിരി സംസ്കാരമൊക്കെ ഇല്ലെന്നൊന്നും ഞാൻ പറയല, എന്തൊക്കെയോ ഉണ്ട്. പക്ഷേ ജീവനില്ല. അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ജോലി കഴിഞ്ഞ് വേറെ ഒന്നിനും അങ്ങനെ വേറെ സമയമൊന്നുമില്ല. അപ്പോൾ പെൻഷൻ പറ്റിയവർ മാത്രമാണ് നമ്മുടെ ഓഡിയൻസ് എപ്പോഴും അവിടെ. എന്ത് ചെയ്താലും ഒരു 80 വയസ്സോടടുത്ത ആളുകളാണ് കംപ്ലീറ്റ് ഓഡിയൻസ്. അങ്ങനെ ഒരു പ്രശ്നം അവിടെയുണ്ട്. അതുകൊണ്ട് കോഴിക്കോട്ടാണ് ഇത് ഒരു എല്ലാ സമുദായങ്ങളും കൂടെ കൂടി ചേർന്നിട്ടുണ്ടാക്കിയ ഒരു ഏകത്വം ഇവിടെ ഉണ്ട്, സൗഹൃദമുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടായിരിക്കും. അതെല്ലാം വളരെ നിസ്സാരമെന്നാണ് ഞാൻ പറയുന്നത് മറ്റുള്ളത്. അപ്പം ഈ ഒരു സൗഹൃദത്തിൻ്റെ ജോമി പറഞ്ഞതുപോലെ ഈ എല്ലാവരും വേണ്ടപ്പെട്ടവരാണെന്നുള്ള ഒരു തോന്നലും ഒക്കെ കൂടെ കൂടിയിട്ട് ഇറ്റ്സ് എ വണ്ടർഫുൾ സിറ്റി. ഇത് ഞാനിപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് പ്രശംസിക്കാനായിട്ട് പറയല്ല. എനിക്ക് തിരുവനന്തപുരം വിട്ടാൽ പിന്നെ ഒരു പക്ഷേ നമുക്ക് ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം കോഴിക്കോടാണ്. ഇനി അത് നടക്കുകയില്ല, എന്നാൽ പോലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ മനഃപൂർവ്വ വാസ്തവത്തിൽ എല്ലാവരും വേണ്ടപ്പെട്ടവരെന്ന് പറഞ്ഞ കാര്യം, നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ആ ഇന്ത്യ മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സാറിൻ്റെ ലേഖനത്തിൽ ഉൾപ്പെടെ, മീൻസ് അതിന് ആ കഥ, ഈ തലക്കെട്ടിന് കാരണമായിട്ടുള്ള ലേഖനത്തിൽ ഉൾപ്പെടെ നാനാത്വത്തിൻ്റെതായ ഒരു ഇന്ത്യ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇന്ത്യ. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഒരു പത്രക്കാരൻ എന്നുള്ള നിലയ്ക്ക് തന്നെ പറയാവുന്നത്, അത് നല്ലൊരു തലക്കെട്ടാണ് എന്നുള്ളതേ ഉള്ളൂ. അത് വാസ്തവത്തിൽ അങ്ങനെ ഒരു ഇന്ത്യ ഒരു കാലത്തും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഭരണഘടനാ ശില്പികൾക്ക് അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നിരിക്കാം. ആ സ്വപ്നത്തിൻ്റെ അടിത്തറയ്ക്ക് അപ്പുറത്തേക്ക് അതൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ്. സാറിന് എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയ മറ്റ് അക്കാലത്തെ നേതാക്കന്മാരും കൂടി അവർ സങ്കല്പിച്ച ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. നെഹ്റു ആ സങ്കല്പത്തെക്കുറിച്ച് വിശദമായിട്ട് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന, ഇന്ത്യ കണ്ടെത്തൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതുകയും ചെയ്തു. ഒരു പരിധി വരെയോ കുറച്ചുകൂടി ഒരു കാൽപ്പനികമായ ഒരു സങ്കല്പമായിരുന്നു. തീർച്ചയായിട്ടും മതത്തേൽ അധിഷ്ഠിതപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു സങ്കല്പമായിരുന്നില്ല. സംസ്കാരങ്ങളേൽ അധിഷ്ഠിതമാക്കിയ ഒരു സങ്കല്പമായിട്ട് ഒരു ഇന്ത്യൻ സംസ്കാരം ഉണ്ട്. ആ സംസ്കാരത്തിൽ ഇത്രയേറെ എനിക്ക് തോന്നുന്നു 100 കണക്കിന് സംസ്കാരങ്ങൾ കൂടി ഒന്നിച്ച് ഇത് അവരന്ന് കണ്ടെത്തി. പക്ഷെ അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടി, രാഷ്ട്രീയാധികാരം വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെ ഒരു യാന്ത്രികമായ ഒരു കൂട്ടിയൊട്ടിക്കൽ, ഒരു പശ വെച്ച് ഒട്ടിക്കുന്ന പോലെ ഒരു സാധനമാക്കി മാറ്റാനായിട്ട് അവർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇന്ത്യയിൽ നിന്ന്, അപ്പം യഥാർത്ഥത്തിൽ ഇവർ ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യയിൽ ഉദാഹരണമായിട്ട് പാകിസ്ഥാൻ ഇല്ല, ഇന്ത്യ മുറിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് പാകിസ്ഥാൻ അടക്കമുള്ള ഒരു മനോഹരമായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ച് ജീവിക്കുന്ന ക്രിസ്ത്യാനികളും സിഖുകാർ, ഒരു മനോഹരമായ ഒരു ഇന്ത്യയാണ് ഗാന്ധിജി സ്വപ്നം കണ്ടത്. അത് വിഭജനത്തിൻ്റെ അന്ന് തന്നെ
ജോമി പറഞ്ഞ ആ ഇന്ത്യ മരിച്ചു. വാസ്തവത്തിൽ അവർ സ്വപ്നം കണ്ട ഇന്ത്യ 1947 വിഭജനത്തിന്റെ ദിവസം 47 രാത്രി ഇല്ലേ, 47 രാത്രിക്ക് അത് കഴിഞ്ഞു. ആ ഇന്ത്യ കഴിഞ്ഞു. അതൊരു നഗ്ന സത്യമാണ്. പിന്നെ ബാക്കി വന്നതിനെ പിന്നീട് വന്ന ഭരണകൂടങ്ങൾ എല്ലാവരും ഒന്നിനു പുറകെ ഒന്നായിട്ട് അതിനകത്ത് കോൺഗ്രസ്സുകാരും എല്ലാവരും പെടും. ആരുടെയും എല്ലാവർക്കും ഇന്ത്യയുടെ രക്തത്തിൽ, ആ മരിച്ചുപോയ ഇന്ത്യയുടെ രക്തത്തിൽ പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഡൽഹിയിൽ നിന്ന് ഭരിച്ച ഓരോ ഭരണകൂടത്തിനും ആ രക്തത്തിൽ പങ്കുണ്ട്, പല വിധത്തിൽ. പക്ഷേ ഇന്നും കേരളത്തിൽ നിന്ന് ഒരാളിനോട് ചോദിച്ചാൽ, കാശ്മീരിൽ നിന്ന് ഒരാളിനോട് ചോദിച്ചാൽ, ഛത്തീസ്ഗഡിൽ നിന്ന് ഒരാളിനോട് ചോദിച്ചാൽ, യുപിയിൽ നിന്ന് ഒരാളിനോട് ചോദിച്ചാൽ, നീ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയും. അത് മനുഷ്യന്റെ ഹൃദയത്തിൽ അത് നിലനിൽപ്പുണ്ടെന്നുള്ളതാണ്. ഇവര് ഇത്ര കാലം നമ്മളെ ചവിട്ടി അരച്ച് നമുക്ക് സ്വാതന്ത്ര്യ നിഷേധങ്ങൾ, അടിയന്തരാവസ്ഥ പോലെയുള്ള സ്വാതന്ത്ര്യ നിഷേധങ്ങൾ അടിച്ചേൽപ്പിച്ച്, ഇപ്പം നടക്കുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യ നിഷേധങ്ങൾ അടിച്ചേൽപ്പിച്ച് തകർത്തിട്ടും നമ്മുടെ മനസ്സിൽ ഒരു ഇന്ത്യ നിലനിൽപ്പുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഇന്ത്യ വിലയേറിയ ഒരു ഇന്ത്യയാണ്. അതൊരു മനോഹരമായ ഒരു സങ്കല്പമാണ്. ഇത്രയേറെ സംസ്കാരങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഒന്നായി. അതിൻ്റെ അടിത്തറ മതമല്ല. ഒരു മലയാളി ഹിന്ദുവും ഒരു യു പി ഹിന്ദുവുമായിട്ട് ഒരു ബന്ധം പോലുമില്ല. ചില ദൈവങ്ങൾ ഒരുപോലെ ഉണ്ടെന്നുള്ളതല്ലാതെ അവരുടെ ജീവിത ഇതെല്ലാം ഒരു ടോട്ടലി ഡിഫറെൻ്റ്. അപ്പം ഇതെല്ലാമായിട്ടും നമ്മൾ ഒന്നിച്ചു നിൽക്കുകയാണ്. അപ്പം ഇതുകൊണ്ട് ഗോപി പറഞ്ഞത് ഇന്ത്യ നിലനിൽപ്പുണ്ട്, പക്ഷേ ഇവർ തകർക്കാൻ ശ്രമിച്ചു, തകർന്നില്ല. പക്ഷെ സാർ അത് പറയുമ്പോൾ സാറ് തന്നെ ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ കാര്യം പരാമർശിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് ഡൽഹിയിലുണ്ടായിരുന്നയാളാണ്. അടിയന്തരാവസ്ഥ കണ്ടു, സഞ്ജയ് ഗാന്ധിയുടെ വിമാനം മരണത്തിലേക്ക് സഞ്ജയ് ഗാന്ധിയെ കൊണ്ട് പോകുന്നത് കണ്ടു, സിഖുകാരെ കൂട്ടക്കൊല ചെയ്യുന്നത് കണ്ടു. ഇപ്പം എൻ്റെ അനുഭവം പറഞ്ഞാൽ, ഞാൻ ഗുജറാത്തിലെ നരഹത്യയുടെ കാലത്തും അവിടെ ഡൽഹിയിലുണ്ടായ വടക്ക് കിഴക്കൻ ഡൽഹിയിലുണ്ടായ കലാപത്തിൻ്റെ കാലത്ത് ആ കലാപ ഭൂമിയിലൂടെയൊക്കെ നടക്കുമ്പോഴത്തേക്ക് വാസ്തവത്തിൽ കണ്ടിട്ടുണ്ട് ഓരോ വീടിൻ്റെയും മുന്നിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്, അതായത് ഒഴിവാക്കാനുള്ള വീടുകൾ കലാപകാരികൾക്ക് എന്നുള്ള പോലെ. അത്തരമൊരു ഇന്ത്യ. അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത്, പിന്നീട് കേരളത്തിലേക്കൊക്കെ വരുമ്പോൾ അത്തരം ചില സൂചനകൾ കാണുമ്പോൾ, അത്തരം ഒരു മാർക്കിങ്ങിൻ്റെ സൂചനകൾ കാണുമ്പോൾ, പണ്ടൊരു സാഹിത്യകാരൻ സക്കറിയയെക്കുറിച്ച് പറഞ്ഞിരുന്നു, സക്കറിയ ഒരു ഉത്തരേന്ത്യൻ തിരക്കഥ കേരളത്തിൽ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നുവെന്ന്. ഡൽഹിയിൽ 10-20 വർഷം ജീവിച്ച ഒരാൾക്ക് ആ ഒരു അനുഭവത്തിൽ നോക്കുമ്പോൾ ഇപ്പോഴത്തെ കേരള സാഹചര്യം കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഡൽഹിയിൽ നിന്ന് ആ പഴയ സാഹചര്യം, ഡൽഹിയിൽ നിന്ന് ഭരിക്കുന്നവർക്ക് ജോമി ഇപ്പോൾ പറഞ്ഞ ഈ അടയാളപ്പെടുത്തിയ, പണ്ട് ഹിറ്റ്ലർ യഹൂദന്മാരുടെ വീടുകളുടെ എല്ലാം ഭിത്തിയിലോ ഗേറ്റിലോ ഒരു സ്വസ്തിക ചിഹ്നം ഇട്ട് മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. ഇവരെയാണ് ഇല്ലാതാക്കേണ്ടത്, ഈ വീടിനാണ് തീയിടേണ്ടത്, ഇവരെയാണ് കൊല്ലേണ്ടത്, ഇവിടുന്നാണ് നമ്മൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് പിടിച്ചുകൊണ്ട് പോകേണ്ടത് എന്നതുപോലെ മാർക്കിട്ട് നിന്നിപ്പം JCB ഇറക്കിയൊക്കെ തകർക്കുന്നതിൻ്റെ ഒരു ലെവലിലൊക്കെ അത് വന്ന് നിൽക്കുകയാണ്. കാരണം ഇന്നും ഇവിടെ ഒരു സെംബ്ലൻസോ, അതാണ് ഞാൻ പറഞ്ഞ, ഇന്ത്യയെ ഇതുവരെ പൂർണ്ണമായി തകർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഹിറ്റ്ലർ ചെയ്തതുപോലെയുള്ള ഒരു 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 നിശ്ചിതമായ രീതിയിൽ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയാത്തത്. ഈ ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി, വൈവിധ്യത്തിൻ്റെ ബലമാണ്. ഈ 23 അല്ലേ, നമ്മൾ 28 സംസ്ഥാനങ്ങളുടെ ഒരു പ്രശ്നമുണ്ട് ഇത് ഓരോന്നും. അപ്പം ഇത് അതേസമയം കേരളത്തിൽ ഇങ്ങനെ എൻ്റെ ഓർമ്മയിലോ, എൻ്റെ ഈ പ്രായം വരെ ഞാൻ ഒരു മലയാളിയായി ജീവിച്ചതിൻ്റെ, കേരളത്തിൽ കഴിഞ്ഞ 30 കൊല്ലം നിരന്തരമായിട്ട് ജീവിച്ചതിൻ്റെ ഓർമ്മയിൽ ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ആരൊക്കെയോ ചേർന്ന്, ഞാൻ ആരൊക്കെയെന്ന് പറയുമ്പോൾ അതിനുള്ളിൽ ഒരു പക്ഷേ ഞാൻ രാഷ്ട്രീയ പാർട്ടികളെ മാറ്റി നിർത്തുക, മതമേധാവികളും മതാധ്യക്ഷന്മാരും കൂടിയാണ് കേരളത്തിൽ ഒരു പുതിയ വർഗീയത കൊണ്ടുവന്നിരിക്കുന്നത്. മെജോറിറ്റി വർഗീയത നമ്മളെല്ലാം, ഭൂരിപക്ഷ വർഗീയത നമ്മളെല്ലാം യൂസ്ഡാണ്. അത് നമ്മൾ കണ്ടിരിക്കുന്നു. അത് ഡൽഹിയിലും എല്ലായിടത്തും നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രചരിപ്പിക്കുന്നുമുണ്ട്. അതെല്ലാം അവരുടെ ജനാധിപത്യ സ്വാതന്ത്ര്യം. നമുക്ക് ഭൂരിപക്ഷ വർഗീയത കേരളത്തിൽ പ്രചരിപ്പിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രോബ്ലമാണ്, അത് മലയാളികളുടെ പ്രോബ്ലമാണ്. പക്ഷെ അത് അവരത് ഹാൻഡിൽ ചെയ്യണം. പക്ഷെ നമ്മളത്, ഇവിടുത്തെ ആളുകൾ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെയുള്ള
ഏറ്റവും വലിയ ആയുധം ന്യൂനപക്ഷ വർഗീയതയാണ് എന്ന് തെറ്റിദ്ധരിച്ച ചില മതമേധാവികൾ കേരളത്തിലുണ്ട്. അവരാണ് ഏറ്റവും വലിയ അപകടകാരികളെന്ന് ഞാൻ കരുതുന്നു. അവരാണ് ഈ ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ട് ആ വർഗീയതയോട് കൈകോർത്ത് അവർക്ക് ഇരകളെ കൊടുത്ത് അവർക്ക് വ്യാപാരം, അവർക്ക് മധ്യവർത്തികളെ ഏൽപ്പിച്ചു കൊടുത്ത് കേരളത്തിൽ ഇതുവരെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു മനോഹരമായ ഒരു ബന്ധമുണ്ട്. അത് അത്ര വലിയ കെട്ടിപ്പിടിച്ചുള്ള സ്നേഹമൊന്നുമല്ല, പക്ഷേ കോ എക്സിസ്റ്റിംഗ് എന്ന് പറയുന്ന സഹജീവിതം, ഒന്നിച്ചു ചേർന്ന് എല്ലാവരും കൂടി പരസ്പരം വലിയ ശല്യമൊന്നും ഉണ്ടാക്കാതെ ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു, നീ നിന്റെ കാര്യം നോക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിൽ കഴിഞ്ഞു പോകുന്നതിനെ തകർക്കാൻ, ഇന്ന സമൂഹത്തിൻ്റെ ഇന്ന സമുദായത്തിൻ്റെ കടയിൽ കയറിയാൽ അവിടുത്തെ ഭക്ഷണത്തിൽ തുപ്പിയിട്ടുണ്ട് എന്ന് പറയാൻ മറ്റ് രണ്ട് സമുദായങ്ങൾ ഇവിടെ തയ്യാറായി. ഇത്തരത്തിലുള്ള നുണകൾ പ്രചരിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഇവിടേക്ക് വന്നു. ഇതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്ന, ഇതിന് ഞാൻ ഭൂരിപക്ഷ വർഗീയത അത് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ വാസ്തവത്തിൽ. അത് ഞാൻ അവരെ അതിനപ്പുറത്തോട്ട് കുറ്റം പറയുകയില്ല. അതിന് ചെറുതായിട്ടൊന്ന് തീയിട്ട് കൊടുത്തു. പക്ഷെ അത് ഏറ്റെടുക്കാൻ ഇവിടുത്തെ ന്യൂനപക്ഷ വർഗീയവാദികൾ, അതിൽ കൂടുതലും നല്ല പങ്കും മതമേധാവികൾ തയ്യാറായി. അവരെല്ലാവരും കൂടി അതിന് പരിശ്രമിച്ചു. ഇതൊരു വലിയ നിർഭാഗ്യകരമായ കാര്യം. അപ്പം കേരളത്തിൽ ഈ ആപത്ത് നമ്മളുടെ വാതുക്കൽ മുട്ടുന്നുണ്ട്. വാതിൽ തുറന്ന് ഒരു പക്ഷേ വാതിലിൽ ഒരു പഴുതുപോലും വീണിട്ടുണ്ട് ഒരല്പം. അത് തുറന്നു കൊടുക്കണോ വേണ്ടയോ? നമ്മൾ 3 പേരും, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും കൂടി ഇവിടെ ശത്രുക്കളായി ജീവിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് മലയാളികളാണ്. അത് അതാര് തീരുമാനിക്കും, എങ്ങനെ അതിൽ സഹായിക്കേണ്ടത് മാധ്യമങ്ങളാണ്. ഒരു പക്ഷേ ഇത്തരം വർഗീയവാദികൾക്ക് ഇടം കൊടുക്കേണ്ടത് ഞാനിപ്പം ജോമിയോട് ചോദിച്ചാൽ ജോമി പറയും നമ്മൾ എല്ലാവരുടെയും അഭിപ്രായത്തിന് സ്ഥലം കൊടുത്തേ പറ്റൂ. സത്യമാണത്. പക്ഷെ അതെങ്ങനെ കൊടുക്കുന്നു, എത്രമാത്രം കൊടുക്കണം, എത്രമാത്രം നമ്മൾ അതിനെ ന്യായീകരിക്കണം എന്നൊക്കെ ഉള്ളത് വന്നു കഴിയുമ്പം ഈ വർഗീയവാദികൾക്ക് കിട്ടുന്ന ഇടം ഭയങ്കരമാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയാണ് അവരുടെ ശക്തി കേന്ദ്രം. യൂട്യൂബും വാട്സപ്പുമാണ് ഇവരുടെ ശക്തി കേന്ദ്രം. അവിടെയാണ് വിഷം ഇങ്ങനെ ഒരു വലിയ കടൽ പോലെ തിരയടിച്ച് ഈ വർഗീയ വിഷം വന്നിറങ്ങുന്നത്. അപ്പം നമ്മൾ തീരുമാനിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ ഇവിടെ ഒരു സമാധാനമുള്ള ഒരു കേരളം വേണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കണം. അത് പറയുമ്പോൾ സാറ് വാസ്തവത്തിൽ ആ ഒരു പരാമർശത്തിൽ ധാരാളം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിനകത്ത് നിന്ന് ഒന്നോ രണ്ടോ കാര്യങ്ങൾ എടുത്താൽ, പ്രത്യേകിച്ചും ഈ ഭക്ഷണത്തിൽ തുപ്പുന്നതിൻ്റെ കാര്യമൊക്കെ എടുത്താൽ, ഇപ്പോൾ UP-യിൽ അത് നിരോധിച്ചുകൊണ്ടൊരു നിയമം തന്നെ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഡൽഹിയിലുള്ളവർക്കറിയാം, ഡൽഹിയിൽ സാധാരണ മൂർക്കി തുപ്പുന്നത് തടയാൻ വേണ്ടി സാധാരണ ചെയ്യുന്നത് ഏതെങ്കിലും ദൈവങ്ങളുടെ പടം വയ്ക്കുക എന്നുള്ളതാണ്. അതൊഴികെ വേറെ എവിടെയും തുപ്പും എന്നുള്ളൊരു സാഹചര്യം പണ്ടേ ഉത്തരേന്ത്യയിലുണ്ട്. പക്ഷെ ഇപ്പോൾ UP-യിൽ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു. അതിലൂടെ നിരോധിക്കുക, ഒരു തരത്തിൽ ഒരു ഇക്കണോമിക് അപ്പാർട്ടൈഡ് പലപ്പോഴും പ്രത്യേകിച്ചും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എതിരെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ബോധപൂർവമായ ഒരു ശ്രമം ഉത്തരേന്ത്യയിൽ ഒരു 25 വർഷമെങ്കിലും ജീവിച്ചതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കുന്നു. സാർ അതിനെക്കുറിച്ച് കൂടുതൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു സാറിൻ്റെ ലേഖനത്തിൽ ഒരു പരാമർശം എപ്പോഴും ഇന്ത്യയിലെ ഒരു വിപ്പിംഗ് ബോയ് ആയിട്ട് മുസ്ലിമിനെ കൊണ്ടു നടക്കുന്നു, കാണുന്നു എന്നുള്ളത്. ആ ഒരു രീതിക്ക് ഇപ്പോഴും മാറ്റം വരുന്നില്ല എന്നുള്ളതല്ല, അത് വളരെ കൂടി വരുന്നു എന്ന് തോന്നുന്നു. അത് കൂടി വരുന്നുണ്ട്. അതിന് മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ വളം വെക്കുന്നവരും ധാരാളമുണ്ട്. ഇതൊരു വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ്. മുസ്ലിം ലീഗ്, എൻ്റെ രാഷ്ട്രീയം ഒരു പക്ഷേ ഭയങ്കരമായിട്ട് തെറ്റായിരിക്കും. മുസ്ലിം ലീഗിനെ ഇതിപ്പോൾ പറയുന്നത് തെറ്റിദ്ധരിച്ചാലും കുഴപ്പമില്ല. മുസ്ലിം ലീഗിനെ ഞാനൊരു വർഗീയവാദി പാർട്ടിയായിട്ട് കാണുന്നില്ല. വർഗീയമായി നിലകൊള്ളുന്ന ഒരു പാർട്ടിയായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മറ്റെല്ലാ പാർട്ടികളെയും പോലെ ഒരു ഭാഗ്യാന്വേഷിയായ ഒരു പാർട്ടി. എങ്ങനെയെങ്കിലും 5 കൊല്ലം കൂടുമ്പോൾ അധികാരത്തിൽ വരണം എന്ന ആഗ്രഹത്തോടു കൂടി കുറച്ച് ബിസിനസ്സുകാർ അതൊരു പാർട്ടി നടത്തുന്നു. അതുകൊണ്ട് മറ്റേത് പാർട്ടിയും ചെയ്യുന്ന പോലെയുള്ള ഗുണവും ദോഷവും ഉള്ളൂ അവരും ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നിട്ട് ഉള്ള ആർത്തികൾ ഒരു പക്ഷേ യഥാർത്ഥത്തിൽ തലച്ചോറിൽ വിഷം ജനിച്ച ആളുകളുടെ സംസാരങ്ങളാണ് അപകടം. ആ അപകടം കൂടുതൽ അപകടത്തെ വിളിച്ചു വരുത്തുന്നു എന്നുള്ളതാണ്. അതിപ്പോ ഞാൻ കണ്ടിട്ടുള്ളത് പലപ്പോഴും തീവ്രവാദികൾക്ക് അവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലും കൂടി
അവർ ആരുടെ പേരിലാണോ ഈ തീവ്രവാദം പറയുന്നത്, ആ സമൂഹം ഭീകരമായി അടിച്ചമർത്തപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്താലും ഭീകരവാദിക്ക് യാതൊരു സങ്കടവുമില്ല. കാരണം അവൻ അവൻ്റെ പറയാനുള്ളത് പറഞ്ഞു, അവൻ്റെ ലക്ഷ്യം നേടി. ഇതൊരു ഭ്രാന്താണ്. മതഭ്രാന്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മറ്റ് ചികിത്സിക്കേണ്ട മനോരോഗം പോലെയുള്ള ഒരു ഭ്രാന്താണ്. അപ്പം ആ രീതിയിൽ ഈ കേരളത്തിൽ ജോമി പറഞ്ഞ ഇതേ പ്രശ്നമാണ്. അപ്പം നമ്മളിവിടെ ഇത്തരത്തിലുള്ള ഒരു ഈ ഇപ്പം യു പിയിൽ അവർ ചെയ്തിരിക്കുന്നത്, ഭക്ഷണത്തിൽ മുസ്ലിം തുപ്പിയിരിക്കും എന്നത് സാധാരണമാണ് എന്നുള്ള ഒരു നിയമം, തുപ്പരുതെന്നുള്ള നിയമം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാവരും തുപ്പുന്നുണ്ട്, ഇനി ഞങ്ങൾ തുപ്പാൻ അനുവദിക്കുകയില്ല എന്നാണ്. ഇത്തരത്തിൽ ഉള്ള ഭീകരമായ നടപടികൾ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് ചെയ്യുന്നവരെ ഇവിടെ ഇന്ത്യയിലെ കുറേ ആളുകൾ ചേർന്ന് തന്നെയാണ് അവരെ അധികാരത്തിലിരുത്തിയിരിക്കുന്നത്. ഇപ്പോഴും അവർ വോട്ട് നേടിയിട്ടുണ്ട്. BJPയുടെ 37%, മറ്റു പാർട്ടികളുടെ എത്രയോ ശതമാനമോടെ കൂടി അവർക്കൊരു മെജോറിറ്റി ഉണ്ട്. അപ്പം നമ്മൾ ജനാധിപത്യത്തിൽ നിൽക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ ഫലമായിട്ടാണ് അവർ അധികാരത്തിലിരിക്കുന്നത്. അപ്പം അവർ ചെയ്യുന്ന ഈ പ്രവൃത്തികളെ ചോദ്യം ചെയ്യാൻ ആളില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇല്ലാതായി പോയിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമാണ്. നമ്മൾ ഈ പൂച്ചയ്ക്ക് എന്നാ പൊന്നുരുക്കുന്നിടത്ത് കാര്യം എന്ന് പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയം പറയേണ്ട കാര്യം എഴുത്തുകാരനില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ ജീവിക്കുന്ന മറ്റാരെയും പോലും ഇതൊക്കെ കണ്ട് സങ്കടപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ്. പക്ഷെ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഇതൊക്കെ പറയുന്നുള്ളൂ. താങ്ക് യു. അല്ല, പക്ഷേ അത് പറയുമ്പോഴേ ഇപ്പം നമ്മൾ ഭരണഘടന ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ട് 75 വർഷം തികയുന്ന മാസമാണ്. നവംബർ 26 ആകുമ്പോഴത്തേക്ക് 75 വർഷം തികയുന്നു. സാറിൻ്റെ ലേഖനങ്ങളിൽ പലയിടത്തും അംബേദ്കറിനെ കൊണ്ടുവരുന്നുണ്ട്. അംബേദ്കർ പറയുന്ന, പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞ ഭരണഘടനാ സഭയിൽ അവസാനം നടത്തിയ പ്രസംഗം, അതിൽ പറയുന്ന ഒരു മനുഷ്യന് ഒരു മൂല്യം എല്ലാ മനുഷ്യർക്കും ഒരേ മൂല്യം എന്നുള്ള ഒരു സാഹചര്യം വരുമോ എന്നുള്ളത്. നമ്മൾ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ദളിതരുടെ അവസ്ഥ എടുത്താൽ കഴിഞ്ഞ 5 വർഷത്തിൽ തന്നെ കണക്കുകൾ, സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ പ്രകാരം 1,80,000 കേസുകൾ ഷെഡ്യൂൾ കാസ്റ്റ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കുതിരപ്പുറത്ത് ദളിതൻ കയറിയാൽ പ്രശ്നം, ക്രിക്കറ്റ് കളിച്ചാൽ പ്രശ്നം, കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ പ്രശ്നം. അപ്പോൾ ഒരു വശത്തുകൂടി നമ്മൾ പറയുന്ന ഒരു ഇന്ത്യ, അതായത് മരിച്ചുപോയി എന്ന് പറയുന്ന ഇന്ത്യയിൽ, അതായത് ഇത്തരമൊരു രീതി, നമ്മൾ ഇക്വാലിറ്റി ഒരു വശത്തോടെ പറയുമ്പോൾ ഈ രീതി തുടർന്നുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരം കേസുകളുടെ എണ്ണം കൂടുന്നതേയുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു തരത്തിലുള്ള ഒരു ദേശീയതയെക്കുറിച്ച് നമ്മൾ അതിനൊപ്പം പറയുന്നുമുണ്ട്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന. ഇത് രണ്ടും കൂടി ഒത്തുപോകുന്നില്ല. വാസ്തവത്തിൽ പീഡനങ്ങളുടെ എണ്ണം കൂടുന്നതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നുള്ളതും. പക്ഷേ ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മളിപ്പോൾ അടുത്തിടയ്ക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞ് നോക്കിയാൽ എങ്ങനെ ഈ പറയുന്ന ഒരു വശത്തുകൂടി പീഡിപ്പിക്കുകയും മറുവശത്തുകൂടി പ്രീണിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു രീതി, അത് വളരെ ശക്തമായിട്ട് പോകുന്നുമുണ്ട് അവരെ ആ വോട്ടായിട്ട് നിലനിർത്താനായിട്ട്. ഇത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ്. കാരണം പാർലമെന്റിൽ മെജോറിറ്റി ഉള്ള ഒരു പാർട്ടി അത് ചെയ്യുന്ന ഓരോ കാര്യവും ഈ ഭരണഘടന തന്നെ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. പാർലമെന്റിൽ എന്തുകൊണ്ട് അവർ മെജോറിറ്റി നേടി, ആരാണ് അവരെ മെജോറിറ്റി നേടാൻ സഹായിച്ചത്, ഏതെല്ലാം ഈ മതേതരമായ ഇന്ത്യയിൽ നിന്ന് ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെ കോൺഗ്രസിൻ്റെ പരാജയമടക്കം CPMൻ്റെ പരാജയമടക്കം എത്രയോ സുപ്രസിദ്ധങ്ങളായ പാർട്ടികളുടെ ദയനീയമായ പരാജയത്തിലൂടെയാണ് പാർലമെന്റിൽ നിന്ന് BJP ഭരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ BJPയെ കുറ്റം പറയാൻ ആ രീതിയിൽ തയ്യാറല്ല. കാരണം അവർക്ക് നടന്നു പോരാൻ ഒരു വഴി തെളിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട, ഇന്ത്യ ഇത്രയും കാലവും ഭരിച്ച ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും, ഇന്ത്യയിലെ ഒരു പക്ഷേ ഏറ്റവും മനോഹരമായ ഒരു പ്രതിപക്ഷമായിട്ട് വളരാൻ എല്ലാ സാധ്യതയും ഉണ്ടായിരുന്ന CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, ഇതിലെല്ലാം ഈ രക്തത്തിൽ ഇവർക്കെല്ലാം പങ്കുണ്ട്. അല്ലാതെ നമ്മൾ ഇതിൽ BJP എങ്ങനെ BJP തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, അവർ ജയിച്ചു, അവർക്കൊരു മെജോറിറ്റി കിട്ടി. എന്ത് ചെയ്യാൻ പറ്റും? ആരാണ് ആ മെജോറിറ്റി കൊടുത്തത്? ഇത് ചോദിക്കാൻ അവനവനോട് തന്നെ ഇത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകൾ പ്രത്യേകിച്ചും, ലോഹിയായെ പോലുള്ള ഒരു മനുഷ്യൻ്റെ കാലമാണത്, ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണത്. അപ്പം അവരെല്ലാം ഈ ചോദ്യം ചോദിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇന്നും
അങ്ങനെ ബി ജെ പിയെ തോൽപ്പിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇതൊരു ഒരു ഒരു എൻ്റേതൊരു വളരെ എന്താ പറയേണ്ട ഒരു ഫൂളിഷ് ചോദ്യമാണ്. എന്തുകൊണ്ട് ഒരു യുണൈറ്റഡ് ഫ്രണ്ട് ഒരു ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓരോ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ ഫലം കാണുന്നുണ്ട്. എവിടെയൊക്കെ അവർ ഒന്നിച്ച് നിന്നോ അവർ വിജയിക്കുന്നുണ്ട്. പക്ഷെ ഒന്നിച്ച് നിൽക്കില്ല. ഡി എം കെ ഒക്കെയാണ് കുറച്ചുകൂടി എങ്കിലും ഇതിനകത്ത് നിൽക്കും. അപ്പം നമ്മൾക്ക് ജോമി പറഞ്ഞ ഈ പ്രശ്നം നമുക്കിത് പരിഹരിക്കാൻ പറ്റില്ല. ആസ് ലോങ് ആസ് ഡെമോക്രസിയാണ് ഇവിടെ ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭൂരിപക്ഷമുള്ള ആൾ പറയുന്നതാണ് നിയമം. നമ്മൾ അവർക്ക് അധികാരം കൊടുത്തു, അവരവരുടെ ഇഷ്ടം പോലെ ഭരിക്കുന്നു. ഇതാണ് സംഭവം. പക്ഷെ സാർ ഈ ഒന്നിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്ത് കാണുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഈ മതനിരപേക്ഷത എന്നുള്ളതാണ് പലപ്പോഴും പ്രതിപക്ഷത്തിന്റെ ഒരു മോട്ടോവായിട്ട് വരേണ്ടിയിരുന്നതോ വരാവുന്നതോ. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ല. കാര്യം ഇപ്പോൾ എൻ്റെ തോട്ടത്തിൽ മതനിരപേക്ഷത ഒരു മൂല്യം, ഒരു പൊളിറ്റിക്കൽ മൂല്യം അല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. കാര്യം ഈ പറയുന്ന പ്രതിപക്ഷ സഖ്യത്തിലും വേണ്ടത്ര മതവാദികളോ റൈറ്റിസ്റ്റുകളോ ഉണ്ട്. അപ്പോൾ പിന്നെ ഈ പറയുന്നത് കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതൊക്കെ വളരെ ഒരു തെരഞ്ഞെടുപ്പ് പരമായ സൗകര്യത്തിനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതല്ലാതെ ഈ സോക്കോൾ വലിയൊരു ഗ്രാൻഡ് ഇമാജിനേഷന്റെ, ഇന്ത്യൻ ഇമാജിനേഷന്റെ ഭാഗമായിട്ടൊന്നുമില്ല. അപേക്ഷതയിൽ വിശ്വസിക്കുന്ന അധികം പൊളിറ്റിക്കൽ പാർട്ടീസ് ഒന്നും യഥാർത്ഥത്തിൽ ഇന്ത്യയിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ മിടുക്കുകൊണ്ടല്ല ഇവിടെ മതനിരപേക്ഷത നിലനിൽക്കുന്നത്. ഇവിടുത്തെ ഈ 3 ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ സമുദായങ്ങളുടെ ഒരു പരസ്പര സൗമനസ്യവും പരസ്പര ഈ സഹജീവിതത്തിനുള്ള ആഗ്രഹവും കൊണ്ടാണ്. അതല്ലാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും, കാരണം പൊളിറ്റിക്കൽ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ നിൽക്കുമ്പോൾ അവൻ മതവും ജാതിയും നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് വാസ്തവത്തിൽ ജാതിയും മതവും നോക്കിയല്ല, ബൈ ആൻഡ് ലാർജ്. അങ്ങനെ വോട്ട് ചെയ്യുന്ന ചില കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഒരു ഹിന്ദുവിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഒരു 5 ലക്ഷം അല്ലെ വോട്ടേഴ്സിൽ ഒരു പക്ഷേ 3 ലക്ഷമോ 2 ലക്ഷമോ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായിരിക്കും, മുഴുവൻ ഹിന്ദുക്കളല്ല. അപ്പം ഇങ്ങനെ ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ മതനിരപേക്ഷതയെ ഒരു പ്രധാനപ്പെട്ട മൂല്യമായി കാണാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രത്യേകമായി ഒരാഗ്രഹമോ അതിനുവേണ്ടി ഒരു ആവേശമോ, അത് നമ്മളുടെ ഇന്ത്യയുടെ നിലനിൽപ്പിൻ്റെയും സ്വത്വത്തിൻ്റെയും അടിക്കലാണെന്ന് പറയാനുള്ള ഒരു ധൈര്യം, എന്താ ഉത്സാഹമോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല. അപ്പം അത് ഇപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പലപ്പോഴും ഇപ്പോൾ ഇംഗ്ലീഷ് പത്രങ്ങളിൽ സെക്കുലർ എന്നുള്ള വാക്ക് ഉദ്ധരണികൾക്കിടയിലിടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സെക്കുലർ ഇൻ്റലക്ച്വൽ ഉദ്ധരണിയിലിടും. അത്രമാത്രം വിലക്കപ്പെട്ട അല്ലെങ്കിൽ അർത്ഥരഹിതമായ ഒരു വാക്കാക്കി സെക്കുലറിനെ മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ ഒരു 20 കൊല്ലത്തിനകം സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പം എവിടെയോ നമ്മുടെ എല്ലാം ഉള്ളിൽ ഇത്തരം ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഒരാൾ വന്ന് അതിനെ എല്ലാം അഴിച്ചു വിട്ടു. അതിങ്ങനെ വിളയാടുകയാണ്. ഇത് എത്ര കാലം പോകും, എത്ര നാൾ നീണ്ടു നിൽക്കും, ഒന്നും നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ഇത്തരം ഒരു സാഹചര്യത്തിൻ്റെ ഉത്തരവാദികളിലേക്ക് വരുന്നു. സാറ് നേരത്തെയും സ്ഥിരവും രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയാറുണ്ട്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് അതിനേക്കാൾ ഈ ഒരു ഇന്ത്യ എന്നുള്ള ഒരു ആശയത്തിലേക്കുള്ളൊരു മാറ്റത്തിനെ പ്രതിരോധിച്ചിട്ടുള്ളത് മതങ്ങളാണ്, പ്രത്യേകിച്ച് മത നേതൃത്വങ്ങളാണ്. ഒരു ഡെമോക്രറ്റൈസേഷൻ എന്നുള്ള ഒരു സംഭവം മതങ്ങളിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടുള്ള ആ ഒരു മാറ്റത്തെ എപ്പോഴും ചെറുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രതിരോധം ഉള്ളപ്പോൾ ഇത്തരം ഒരു മാറ്റം, നമ്മൾ പറയുന്ന ആ ഒരു ഐഡിയ ഓഫ് ഇന്ത്യയിലേക്കുള്ള മാറ്റം സാധ്യവുമല്ല എന്നുള്ളതാണ്. മതങ്ങൾ ഡെമോക്രറ്റൈസ് ചെയ്യപ്പെടാതെ ജോമി, യു ആർ ആസ്കിങ് ഫോർ ദി ഇമ്പോസിബിൾ. മതങ്ങൾ ഡെമോക്രറ്റൈസ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അത് ഡെമോക്രറ്റൈസ് ചെയ്യപ്പെടാത്തത് കൊണ്ട് മാത്രമാണ് 2000 കൊല്ലമായിട്ട് ക്രിസ്തുമതം ലോകമൊട്ടാകെ നിലനിൽക്കുന്നതും 1500 കൊല്ലമായിട്ട് ഇസ്ലാം നിലനിൽക്കുന്നതും. ഡെമോക്രറ്റൈസ് ചെയ്ത ഒരു മതമേ ഉണ്ടായിരുന്നുള്ളൂ, ഹിന്ദു മതം. ഇപ്പോൾ അതിൻ്റെയും കഴുത്തിൽ കയറി പിടിച്ചിരിക്കുകയാണ്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഇസ്ലാമിനെയും ക്രിസ്തുമതത്തെയും സംബന്ധിച്ചിടത്തോളം ഡെമോക്രസി എന്നുള്ള പേര് പോലും അയിത്തമാണ്. യാതൊരു കാരണം. അത് ഹൈറാർക്കി എന്ന് പറയുന്ന ഒരു സംഭവത്തിന്മേൽ, സമ്പൂർണമായ കീഴ്വഴങ്ങൽ എന്ന് പറയുന്ന സംഭവത്തിന്മേലാണ് ഈ രണ്ട് എന്ന് പറയുന്നത്. എന്താണ്? മെസ്സയ്യാനിക് അല്ല, പിന്നെ എബ്രഹാമിക് റിലീജിയൻസിൽ രണ്ടും
രണ്ടിനും വേദപുസ്തകങ്ങളുണ്ട്. ഈ രണ്ട് എബ്രഹാമിക് റിലീജിയങ്ങളുടെയും പ്രശ്നം അവിടെയാണ് കിടക്കുന്നത്. ഹിന്ദു മതത്തിന് ഒരു വേദപുസ്തകം പോലും ഇല്ല. ഭഗവത്ഗീതയെ അവർ വളരെ കഷ്ടപ്പെട്ട് വേദപുസ്തകമാക്കാൻ പലരും ശ്രമിച്ചിട്ടും ഇന്നും അത് വേദപുസ്തകം അങ്ങോട്ട് ആകുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അതവിടെ ഉണ്ട്. അതിൽ കവിഞ്ഞൊരു വേദപുസ്തകം ഹിന്ദു മതത്തിനും ഇല്ല. സിഖുകാർക്ക് ഒരു 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 ഹോളി ബുക്കുണ്ട്. അവരൊരു ചെറിയ കമ്മ്യൂണിറ്റി അത് വെച്ച് എങ്ങനെയൊക്കെയോ ജീവിക്കുന്നത്. അവരെ പറ്റി നമ്മൾക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഒരു പാവം മനുഷ്യരായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് അപ്പം മതങ്ങൾ ഡെമോക്രാറ്റൈസ് ചെയ്ത് നമുക്ക് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് അചിന്ത്യമാണ്. ഒരാൾ ദൈവത്തിന് പോലും ഡെമോക്രസിയെ പറ്റി, ഒരാൾ ദൈവം എന്ന് പറയുന്ന ആൾ ദൈവവുമായിട്ട് ആ പീഠത്തെ കയറി മാലയൊക്കെ അണിഞ്ഞ് തലേ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ മറ്റവരെക്കാളൊക്കെ വലിയ ഒരാളാണ് എന്ന് സ്വയം വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അതെങ്ങനെ അങ്ങനത്തെ ഒരു വിശ്വാസത്തിൽ ഒരു മനുഷ്യൻ എത്താൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. കുറേ പേരെന്നെ എൻ്റെ കാല് തൊടാനും എൻ്റെ കഴുത്തെ മാല ഇടാനും എന്നെ കെട്ടിപ്പിടിക്കാനുമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്നു. ഞാനൊരു പീഠത്തിൽ ഇതെല്ലാം കണ്ടിങ്ങനെ കാത്തിരിക്കുന്നു. അവിശ്വസനീയമാണ്. ഇതിനും ഇരയാകാൻ ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. ഞാൻ ആൾ ദൈവങ്ങൾ അവരും ജീവിക്കട്ടെ. കാരണം അവരും മറ്റു ഉപദ്രവമൊന്നും ചെയ്യുന്നില്ല. ഇത് ജനാധിപത്യമാണ്. ആർക്കും ആൾ ദൈവമാകാം. എനിക്കാകാം. കുറച്ച് താടി അല്ലെ എന്താണ് പുരുഷനാകുമ്പോൾ താടി വെക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൾ ദൈവമായി. ഇതിനകത്ത് ജോമി ഇതെല്ലാം എവിടെയോ ഒരു ഫണ്ടമെന്റൽ ഫ്ലോ വന്നു ചേർന്നു. മതത്തെ നമുക്ക് നിരാകരിക്കാനും പറ്റില്ല. കാരണം അൾട്ടിമേറ്റ്ലി ഒത്തിരി അനവധി ആളുകൾക്ക് മതത്തിൻ്റെ ചരിത്രങ്ങൾ വായിച്ചിട്ടില്ലാത്ത, മതത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത, അതിനൊന്നും സമയം ആർക്കും ഇല്ല. അധ്വാനിക്കുന്നതിനിടയ്ക്ക് മതത്തെപ്പറ്റി കണ്ടുപിടിക്കാൻ ആർക്കാ സമയം? അങ്ങനെയുള്ള ആളുകൾക്ക് മതം ഒരു വലിയ സമാശ്വാസമാണ്. അതുകൊണ്ടാണ് പണ്ട് മാർക്സ് പറഞ്ഞത്, ഇറ്റ് ഈസ് ഒരു അധ്വാനിക്കുന്നവൻ്റെ കണ്ണീർ. മാർക്സിന്റെ വാക്ക് ഓപ്പിയം എന്നുള്ള വാക്കാണ് അത് ഉപയോഗിച്ചത്. ഓപ്പിയം എന്നുള്ളത് അന്ന് ജർമ്മനിയിൽ ഓപ്പിയം വേദന സംഹാരിയാണ്. അപ്പം മാർക്സ് അന്ന് ഓപ്പിയം എന്നുള്ളത് ഉപയോഗിച്ചത് ഈ കഷ്ടപ്പെടുന്ന മനുഷ്യന് വേദന സംഹാരിയാണ് മതം എന്നാണ്. അതെ, അല്ലാണ്ട് നമ്മൾ കഞ്ചാവ് അടിച്ച് മയങ്ങുന്നത് പോലുള്ള ഒരു സംഭവമല്ല അത് അല്ല മാർക്സ് സൂചിപ്പിച്ചത്. വേദന സംഹാരിയായിരുന്നു. അത് നമുക്ക് തടയാൻ പറ്റില്ല. എത്രയോ പേർക്ക് ഒരു അമ്പലത്തിലോ പള്ളിയിലോ പോയി എന്തെങ്കിലും പ്രാർത്ഥിക്കുകയോ അല്ലെ ദൈവം അവിടെ ഉണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുകയോ ചെയ്താൽ അവർ മനസ്സമാധാനത്തോടെ തിരിച്ചു വരുന്നു. അപ്പം അത് നിലനിൽക്കും. പക്ഷേ മതമേധാവികളെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അത് സാധ്യമല്ല. സാറിപ്പം മതങ്ങളുമായി ബന്ധപ്പെടുത്തി ഏതാനും പുസ്തകങ്ങളുടെ കാര്യം പറഞ്ഞു. അതായത് വേദപുസ്തകങ്ങൾ എന്ന് പറയുന്നതിൻ്റെ അല്ലാതെയുള്ള പുസ്തകങ്ങൾ എഴുതുന്ന എഴുത്തുകാർ എന്ന് പറയുന്നവർ അവർ എടുക്കുന്ന നിലപാടുകളെക്കുറിച്ച് ഇപ്പോൾ പ്രത്യേകിച്ചും കേരളത്തിലെ പ്രവണത കണ്ടുവരുന്നല്ല. ഡൽഹിയിൽ തന്നെ ഇപ്പോൾ വളരെ പണ്ടുകാലം തൊട്ടേ ഉള്ളതാണ്. ഏതൊരു അവാർഡ് കിട്ടിയാലും ആ ഒരു പക്ഷം മാറാനായിട്ട്, അവർക്ക് വേണ്ടി എഴുതാനായിട്ട്. ഇപ്പോൾ കേന്ദ്രത്തിലാണെങ്കിൽ നിയമമന്ത്രിയെ വരെ സാഹിത്യകാരനാക്കി അദ്ദേഹത്തിന് വരെ അവാർഡ് കൊടുക്കുന്ന, അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകം കുടുംബജീവിതത്തെക്കുറിച്ചാണ്. നല്ല ദാമ്പത്യ ജീവിതം എങ്ങനെ വേണമെന്നുള്ളതാണ്. അപ്പോൾ അതിന് പോലും അവാർഡ് കൊടുക്കുന്ന കാലമാണ്. പണ്ട് പക്ഷെ ഞാൻ ഓർക്കുന്നു, ഒരു ലേഖനത്തിൽ കേരളത്തിലെ ചില എഴുത്തുകാരുടെ പേരുകൾ വിളിച്ചപ്പോൾ അവർ വലതുപക്ഷ ആ ഒരു ചിന്താഗതിയുടെ പിന്തുണക്കാരായി, അല്ലെങ്കിൽ സാംസ്കാരികം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്തുണക്കാരായപ്പോൾ സാറ് നേരിട്ട എതിർപ്പുണ്ട്. പക്ഷെ ഇപ്പോഴെനിക്ക് തോന്നുന്നു പലർക്കും അന്നത്തെ ആ പേരുവിളിയുടെ പ്രാധാന്യം എന്തായിരുന്നു, അർത്ഥം എന്തായിരുന്നു എന്ന് കേരളത്തിന് മനസ്സിലാകുന്നുണ്ട് എന്ന്. എനിക്ക് തോന്നുന്നില്ല. കാരണം വർഗീയത മലയാളിക്ക് ഇഷ്ടമില്ലാത്ത വിഷയമാണ്. അത് ചർച്ച ചെയ്യുന്ന മലയാളിക്ക് ഇഷ്ടമില്ല. അത് തുറന്നു പറയുന്നത് ഇഷ്ടമില്ല. ഇതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോ അവരുടെ ആരാധനാപാത്രങ്ങളായ എഴുത്തുകാരിൽ ചിലർക്ക് വർഗീയതയുണ്ട്. അവർക്ക് മതവാദികളും മതതീവ്രവാദികളുമായിട്ട്, മതതീവ്രവാദം എന്ന് പറഞ്ഞാൽ ഞാൻ ഭീകരവാദത്തെക്കുറിച്ചല്ല പറയുന്നത്, വെറും മണ്ടത്തരം പിടിച്ച ഈ മതവിശ്വാസങ്ങളെ പറ്റിയുള്ള ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം ഈ ആരാധകർക്ക് വളരെ വിഷമം ഉണ്ടാകും. ഞാൻ അന്ന് ഈ ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ജോമി ഇപ്പോൾ സൂചിപ്പിച്ച ആ ലേഖനം എഴുതുമ്പോൾ സത്യത്തിൽ ഞാൻ അന്ന് ഡൽഹിയിൽ നിന്ന് മടങ്ങി വന്നതേ ഉള്ളൂ. ഈ 22 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് സത്യത്തിൽ ഇവിടുത്തെ കാര്യങ്ങളെ പറ്റി ഒരു പിടിയില്ലായിരുന്നു. ഇങ്ങനെയൊന്നും പേരെടുത്ത് പറയരുതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ് അത്.
അപ്പോഴാണ് മനസ്സിലായത് ഞാൻ ചെയ്തത് ഒരു വലിയ കുറ്റമാണ് എന്നെനിക്ക് മനസ്സിലായത്. അത് ജോസും ഒക്കെ കൂടെ കൂടി ഞാൻ അവിടെ 30 പേരോട് പറഞ്ഞ ഒരു പ്രസംഗമാണ് സാഹിത്യ അക്കാദമി പിന്നെ NBSന്റെ മുറ്റത്ത് വെച്ച് 30 പേരുണ്ടായിരുന്നു. ഇതുപോലെ ഒരു ഇതിനകത്ത് കോരിച്ചൊരിയുന്ന മഴ. ഞാൻ ഈ പ്രസംഗം പറഞ്ഞു. അത് കടലാസിൽ എഴുതിയതായതുകൊണ്ട് ജോസ് വന്ന് മേടിച്ചുകൊണ്ട് പോയി അവരത് മനോരമയിൽ വാരാന്ത്യ പതിപ്പിൽ എഴുതി. അങ്ങനെയാണത് പ്രസിദ്ധമാകുന്നത്. അല്ലെങ്കിൽ ഒരു ഈച്ച പോലും അതിന് പിന്നെ തിരിഞ്ഞു നോക്കാൻ വഴിയില്ലാത്തൊരു പ്രസംഗമായിരുന്നു. അപ്പം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. പക്ഷെ ഞാൻ അറിയാതെ പറഞ്ഞത് ഒരു സത്യമായി പോയി എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു വാസ്തവം. അത് സത്യമായി പോയി. അപ്പൊ അതിലെ എഴുത്തുകാർ ഇപ്പൊ ഞാൻ വിജയനെ പറ്റി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞത് എനിക്ക് നല്ലപോലെ ചീത്ത കിട്ടുന്നുണ്ട്. വിജയനെ പറ്റി ഞാൻ പറഞ്ഞു, സത്യമാണ്. വിജയനെ പറ്റി അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ മൂത്തനറിയാം. ഞങ്ങളുടെ ഒരു കുടുംബത്തെ, എൻ്റെ ചേട്ടനെ പോലെയുള്ള ഒരു മനുഷ്യനെ പറ്റി ഞാനല്ലാണ്ട് പിന്നെ വേറെ ഉള്ളവരാണോ കുറ്റം പറയേണ്ടത്? ഇറ്റ് ഹാസ് ടു ബി ഡൺ ബൈ മീ. എൻ്റെ അപ്പൻ ചെയ്താലും ഞാൻ പറയും. ഇതിലൊന്നും ഈ സെന്റിമെന്റൽസത്തിനൊന്നും ഒരു കാര്യവുമില്ല. വിജയനോട് ഞാൻ നേരിട്ട് ചെന്ന് അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും പ്രൈവറ്റ് കാര്യം. തിങ് ഈസ്, വിജയൻ്റെ സ്വപ്നാടന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വിജയൻ അങ്ങനെയൊക്കെ ഓരോ വഴിയെ പോയി. അത് വിജയൻ്റെ സ്വാതന്ത്ര്യം. പക്ഷേ എനിക്കത് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അത് ഇല്ലെന്ന് ഞാൻ പറയില്ല. ഇവിടെ ബെന്യാമിൻ അതേ കാര്യങ്ങൾ തെളിവുകളൊക്കെ വെച്ച് ബെന്യാമിൻ അതിനെപ്പറ്റി അവിടെ വിജയൻ്റെ അവിടെ പോയി. അന്ന് ഞാൻ വിജയൻ്റെ അവിടെ പോയിട്ട് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടാൻ അടി കിട്ടേണ്ട ഒരു നില വരെ വന്നായിരുന്നു. പക്ഷേ ബെന്യാമിൻ പോയി പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല, പറയേണ്ട രീതിയിൽ പറഞ്ഞു. ഞാനും പറയേണ്ട രീതിയിലാണ് പറഞ്ഞത് എന്നാൽ പോലും. അപ്പോൾ ഇതൊന്നും ഇതല്ല. ചുരുക്കി പറഞ്ഞാൽ എഴുത്തുകാരുടെ വർഗീയത ഒളിപ്പിച്ചു വെക്കാനാണ് മാധ്യമങ്ങൾക്കും അവരുടെ ആരാധകർക്കും ഏറ്റവും വലിയ താല്പര്യം. എനിക്ക് ഇവിടുത്തെ ഒരു മഹാകവി, അങ്ങനെ ഒരു കാലത്ത് അദ്ദേഹം ഒരു വലിയ മഹാകവിയായിരുന്നു. അദ്ദേഹം ഞാൻ ഒരു ഇന്ന വർഗീയവാദ സംഘടനയുടെ അംഗമാണെന്നതിൽ അഭിമാനിക്കുന്നു എന്നൊരു ഇൻ്റർവ്യൂ കൊടുത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തെ പോയി ഇൻ്റർവ്യൂ ചെയ്യുന്ന ഇവിടുത്തെ ബുദ്ധിജീവികളോടും ചോദിക്കും, അദ്ദേഹത്തോടൊന്ന് ചോദിക്കണ്ടേ, എന്തുകൊണ്ടാണ് താങ്കൾ ഈ സംഘടനയിൽ അംഗമായിരിക്കുന്നതിൽ അഭിമാനിക്കുന്നത്? കാരണം ഒരുപക്ഷെ അതിലെന്തെങ്കിലും നല്ല കാരണം ഉണ്ടാവും. നമ്മൾ അറിയണ്ടേ അത്. ഇത്രയും മഹാനായ ഒരു മനുഷ്യൻ, ഇത്രയും വലിയ കവിതകൾ എഴുതിയിട്ടുള്ള ഒരാൾ, ചിന്തിക്കുന്ന ആൾ എന്തുകൊണ്ട് ഒരു വർഗീയ സംഘടനയിൽ അംഗമായി എന്നുള്ളത് നമ്മൾ അറിയണ്ടേ? അതറിയാൻ നമുക്കൊരു അവകാശമുണ്ട്. അല്ലെങ്കിൽ അത് അറിഞ്ഞതുകൊണ്ട് നമുക്കൊരു ഗുണമുണ്ട്. അതൊരു നല്ല കാരണമാണെങ്കിൽ നമുക്കും പോയി വർഗീയ സംഘടനയിൽ അംഗമാകാം. അങ്ങനെ കൂടെ ഒരു ഓപ്ഷൻ കിടക്കല്ലേ? അപ്പം അതാണ് ഞാൻ പറയുന്നത്. ഇത് ഈ ഒളിച്ചുവെക്കൽ മലയാളിയുടെ ഇരട്ടത്താപ്പിൻ്റെ ഒരു ഭാഗമായത്. ആരാധന, ഇവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയാൽ പിന്നെ ആ വിഗ്രഹത്തെ തൊടാൻ പാടില്ല എന്നുള്ളതാണ്. തൊടുന്നവൻ അവനെ ആക്രമിക്കും എന്നുള്ളതാണ്. സാർ അത് പറഞ്ഞപ്പോൾ മാധ്യമങ്ങളെ പരാമർശിച്ചു. എനിക്ക് തോന്നുന്നു ഡൽഹിയിലായിരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമങ്ങൾ കുനിയാൻ പറഞ്ഞപ്പോൾ ഇഴഞ്ഞു എന്ന് പറയും. ഇപ്പം അതിനൊക്കെ അപ്പുറത്തേക്ക് പോയിട്ട് ഇപ്പോൾ എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പത്രങ്ങളുടെ പ്രചാരം കൂടണമെങ്കിലോ TV-കാരുടെ കാഴ്ചക്കാരുടെ എണ്ണം കൂടണമെങ്കിലോ ഒക്കെയും ഇങ്ങനെ വേണമോ? അതായത് ഒരു വലതുപക്ഷ അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് കൊടി പിടിക്കണമോ എന്നുള്ളതാണ് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നത്. ഒരു റോഡിൻ്റെ പേര് ഡൽഹിയിൽ മാറ്റിയപ്പോൾ ഒരു ഇംഗ്ലീഷിലാണ് എന്നുള്ളത് കൊണ്ട് നാഷണൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് ദിനപത്രം 1.5 പേജാണ് മാറ്റിവെച്ചത്. അതായത് രാജ്പത്ത് എന്നുള്ളത് കർത്തവ്യപത്ത്. ഒരു വാക്ക് മാറുമ്പോൾ 1.5 പേജ് മാറ്റി വയ്ക്കുന്നു, കർത്തവ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ വരുമ്പോൾ വാസ്തവത്തിൽ ഈ മാധ്യമങ്ങൾ ഇത്രമേൽ ഒപ്പം നിൽക്കുന്നു. ഇപ്പം ഇലക്ഷൻ്റെ സമയത്ത് അന്ധമായിട്ട് ചില രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളുടെ പിന്നാലെ പോകുന്ന, അല്ലെങ്കിൽ അതിനെ പ്രചാരം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ വാസ്തവത്തിൽ സാറ് നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യയെ ഇല്ലാതാക്കാൻ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് വിതിൻ കോട്ട്സ് നിസ്തുലമാണ്. നിഷ്ഠുരമാണെന്നല്ല, ഏറ്റവും ഭീകരമാണ്. വാസ്തവത്തിൽ ഈ ഇന്ത്യയെ ഇല്ലാതാക്കാനായിട്ടുള്ള കഴിഞ്ഞ ഒരു 20 വർഷം ആയിട്ട് മാധ്യമങ്ങൾ ചില വലതുപക്ഷ വർഗീയ സംഘടനകളുമായി ചേർന്ന് മാധ്യമങ്ങൾ ഒന്നു ചേർന്ന് നടത്തിയിട്ടുള്ള ശ്രമം അതിഭീകരമാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതിൻ്റെ കാരണം ഒരു പക്ഷേ അവരുടെ നിസ്സഹായതയാകാൻ വഴിയുണ്ട്. നിസ്സഹായത എന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തനത്തിനപ്പുറത്ത് അവർ നടത്തിയിരുന്ന മറ്റ് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ മേൽ വന്ന സർക്കാരിൻ്റെ കണ്ണു വന്നു വീണതിൽ നിന്നൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളായിരിക്കാം അതെന്നാണ് ഞാൻ സങ്കല്പിക്കുന്നത്.
കാരണം ഒരു കാലത്ത് യോമി ഇപ്പോൾ പറഞ്ഞ ആ നാഷണൽ ന്യൂസ് പേപ്പറും ഒക്കെ ഒരു കാലത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും മനുഷ്യ സ്വാതന്ത്ര്യങ്ങൾക്കും വേണ്ടി പാറ പോലെ ഉറച്ചു നിന്ന ഒരു പത്രമായിരുന്നു. ഞാൻ ഡൽഹിയിലുള്ള കാലത്തൊക്കെ, അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു പേരാണ്. ആ പത്രമൊക്കെ നമ്മൾ അത് വായിക്കുമ്പോൾ നമ്മൾക്ക് ഇന്ത്യക്കാരായതിൽ നമുക്ക് അഭിമാനം തോന്നുമായിരുന്നു. അത്രമാത്രം ജനാധിപത്യത്തിന് വേണ്ടി ഉറച്ചു നിന്ന പത്രങ്ങളായിരുന്നു. അവർക്ക് വന്ന ഈ വീഴ്ച അത് വെറും കച്ചവടം മാത്രമാണോ, യഥാർത്ഥത്തിൽ അവരുടെ ഉടമകളുടെ തലച്ചോറിൽ ഉണ്ടായ ഒരു വിഷപ്പുകയാണോ? അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു മതമൗലികവാദിയും ഒരു വർഗീയവാദിയും യഥാർത്ഥത്തിൽ എൻ്റെ അറിവിൽ വിശ്വാസിയല്ല. അവൻ വിശ്വാസത്തിനെ ഈ രീതിയിൽ അധികാരത്തിനും സമ്പത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവരാണ് ഇവരെല്ലാവരും തന്നെ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ ചെയ്തിരിക്കുന്ന അക്രമം, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇന്ത്യയോട് ചെയ്തിരിക്കുന്ന അന്യായം, ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, ഒരു ചരിത്രം ഒരിക്കലും മാപ്പ് കൊടുക്കുകയില്ലാത്തൊരു കുറ്റകൃത്യങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്ന കഴിഞ്ഞ 20 കൊല്ലം. പക്ഷേ എന്നാലും ഈശ്വരാനുഗ്രഹത്താൽ, ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം ഉപകാരമുള്ള ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉപകാരം ഉള്ള ഒരു യൂസേജാണ് അത്. അപ്പോൾ ഈ ഈശ്വരാനുഗ്രഹത്താൽ ഈ പല പത്രങ്ങളും അത്രയധികം ഒന്നും വായിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ ഞാൻ വീണ്ടും പേര് നാക്കിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല, വായിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് പക്ഷേ അതിനപ്പുറത്തോട്ട് അത് പോകുന്നുണ്ട്. ടെലിവിഷൻ വളരെ പവർഫുള്ളാണ്. ടെലിവിഷൻ ആളുകൾ കാണുന്നുണ്ട്. വായന കുറവാണ്, പക്ഷെ ടെലിവിഷനിൽ കൂടെയാണ് ഒരുപക്ഷെ അതുകൊണ്ടാണ് ടെലിവിഷനും സോഷ്യൽ മീഡിയയിലും അവർ ഏറ്റവും കൂടുതൽ ശക്തിമത്തായിട്ട് നിൽക്കുന്നത്. അപ്പം ഇത് നമുക്ക് ഒരു രക്ഷയില്ല. മാധ്യമപ്രവർത്തനം അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അപ്പം ഇവർ മതമൗലികവാദങ്ങളെ പരത്തുകയും വർഗീയ വിഷം പരത്തുകയും ചെയ്യുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. നമ്മുടെ സംഭാഷണത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഇന്ന് നവംബർ 2 ഡോക്ടർ പൽപ്പുവിന്റെ ജന്മദിനം കൂടിയാണ്. അപ്പോൾ ആ ഒരു പ്രത്യേകതയും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ, നമ്മൾ ഇന്ത്യ എന്ന ആശയത്തെക്കുറിച്ച് പറഞ്ഞു, പക്ഷേ കേരളം എന്നൊരാശയം ഇപ്പോൾ ഡോക്ടർ പൽപ്പു ഉൾപ്പെടെയുള്ളവർ, നാരായണഗുരുവിനെ സാമൂഹിക ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഡോക്ടർ പൽപ്പു ഉൾപ്പെടെയുള്ളവർ, അവർ സങ്കല്പിച്ച കേരളം, വേണമെങ്കിൽ നമുക്ക് പറയാം ഇന്ത്യയെ പോലെയല്ല, കേരളം എന്നൊരാശയം കുറേ കാലമെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മറ്റൊരു തരത്തിലുള്ള ചായ്വുകളിലേക്ക് പോകുന്നു. ഒരു ഡിസല്യൂഷൻഡ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ഇവിടെ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ചിന്തയിലുണ്ടായിരുന്ന അതിൽ വളരെ പ്രകടമായ ഒരു ഡിസല്യൂഷൻമെന്റ് ഉണ്ട് ഇപ്പോൾ. മറ്റ് പല പാർട്ടികളുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയപരമുള്ളവരുടെയും കാര്യം പറയേണ്ടതില്ല. ഇങ്ങനെ പോകുമ്പോൾ കേരളവും എളുപ്പത്തിൽ ആ കേരളം എന്ന ആശയം കൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് എന്ന് തോന്നുന്നുണ്ടോ? കേരളം എന്നൊരു ആശയം രാഷ്ട്രീയ പാർട്ടികൾ നഷ്ടപ്പെടുത്തിയേക്കാം, ഇവിടുത്തെ ഭരണകൂടങ്ങൾ നഷ്ടപ്പെടുത്തിയേക്കാം. പക്ഷെ എനിക്ക് തോന്നുന്ന മലയാളികളുടെ റെസിലിയൻസ് ഭയങ്കരമാണ്. നമ്മളിവിടെ മനുഷ്യരായും പൗരന്മാരായും അന്നം തേടുന്നവരായും ഐശ്വര്യമുള്ളവരായും നമ്മൾ താരതമ്യേന ഐശ്വര്യമുള്ള ഒരു സമൂഹമാണ് ആയിട്ട് ഇവിടെ ജീവിക്കുന്ന നമ്മുടെ മിടുക്കുകൊണ്ടാണ്, ഇവിടുത്തെ ഭരണകൂടങ്ങളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും മിടുക്കുകൊണ്ടല്ല. ഇതാണ് മലയാളിയുടെ ജീവിത രഹസ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ കുടിയേറാനുള്ള അവൻ്റെ സന്നദ്ധതയാണ് അതിൽ ഒന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ സന്നദ്ധത ഇവിടെ കേരളം വിട്ടു പോവുക, അവൻ ഇവിടെ ജനിച്ചു, ഇവിടെ വളർന്നു, ഇവിടുത്തെ സൗഭാഗ്യങ്ങൾ അനുഭവിച്ച് അവനൊരു ഭാഷ സ്വന്തമായി, ഒരു സംസ്കാരം സ്വന്തമായി. ആ ബലത്തേലാണ് അവൻ ലോകം ഒട്ടാകെ പോയി ജോലി ചെയ്ത് ഇങ്ങോട്ട് പണം അയക്കുന്നത്. അവന് പണം അയക്കേണ്ട ഒരു കാര്യമില്ല, പക്ഷെ അവൻ പണം അയക്കും. ഇത് 2, മലയാളി സ്വയം അധ്വാനിയാണ്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, വലുതും ചെറുതുമായ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടാത്തിടത്തോളം കാലം മലയാളിക്ക് അധ്വാനിക്കാൻ യാതൊരു മടിയുമില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ട് അവനെ മടിയനാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 50 ലക്ഷം പാവം ബംഗാളികൾ ഇവിടെ വന്ന് മലയാളം പറഞ്ഞ് ജീവിക്കുന്നത്. അവർക്ക് ഇത്രയും മലയാളികൾ ഇവിടെ ജോലി ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ ചുരുക്കം എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷേ ഇതിൽ നല്ല 1 ലക്ഷം മലയാളികൾ ഇതിലേണ്ട് അൺഎംപ്ലോയ്മെന്റ് പെൻഷനും വാങ്ങിക്കുന്നവരുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഇരട്ടത്താപ്പിൻ്റെ ഫലം. അപ്പോൾ കേരളം എന്ന ആശയത്തിന് ഞാൻ ഈ പറഞ്ഞ ഈ 3 സമുദായങ്ങൾ തമ്മിൽ ശത്രുത സൃഷ്ടിക്കാനുള്ള അവരുടെ പദ്ധതി
വിജയിച്ചാൽ കേരളം തകർന്നു. ഈ മൂന്നടുപ്പുകല്ലുകളിലാണ് നമ്മുടെ കഞ്ഞി വേവുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. ഇതിലേതെങ്കിലും ഒരു അടുപ്പുകല്ല് ഇവർ തട്ടിക്കളഞ്ഞാൽ കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ തന്നെ. കാരണം ഒരു ഒരു ദിവസം മുസ്ലിം പറയുകയാണ്, ഞാൻ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ഇവിടെ ജോലി കൊടുക്കുകയല്ല, അല്ലെങ്കിൽ ഹിന്ദു പറയുകയാണ്, ഞാൻ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജോലി കൊടുക്കുകയല്ല, അല്ലെങ്കിൽ മറിച്ച് എന്ന് പറയുന്ന ഒരു ദിവസവും മറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അത്തരം ഒരു നീക്കത്തിലേക്കാണ് ഇവിടുത്തെ മതമേധാവികളിലും ചില രാഷ്ട്രീയ പാർട്ടികൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ തള്ളിവിടുന്നത്. അപ്പോൾ ഇത് എവിടെ ചെല്ലും? അതേ ഉള്ളൂ എനിക്ക് പേടി. അതല്ലാതെ മലയാളികളെ പറ്റി എനിക്ക് പേടിയില്ല. മലയാളികൾ അത്ര ശരിയായിട്ടുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അവർക്കും ജീവിക്കാൻ ഒരു അവകാശമുള്ളവരാണ്. നമ്മൾ അത്ര മോശപ്പെട്ടവരല്ല താനും. അപ്പൊ നമുക്ക് ഒരു ചോദ്യം മാത്രമാണ് ഇവിടെ നിയന്ത്രിക്കുന്നവർ അനുവദിച്ചിട്ടുള്ളത് ഓഡിയൻസിൽ നിന്ന്. ക്ഷമിക്കണം, 2 ചെറിയ ചോദ്യമാണ്. ഒന്ന്, കേരളത്തിൽ ഒന്നാക്കാൻ പറ്റുമോ പ്ലീസ്? അല്ല, ഇതിനോട് അനുബന്ധമായിട്ട്, അതായത് കേരളത്തിലെ ജാതി വ്യവസ്ഥ ശക്തമായിരുന്ന ഘട്ടത്തിലാണെങ്കിലും അംബേദ്കറിസം ഇവിടേക്ക് വരുവാനായിട്ട് വളരെ സമയമെടുത്തെന്നാണ് തോന്നുന്നത്. പിന്നീട് ദളിത് രാഷ്ട്രീയവും മറ്റൊക്കെ വന്നപ്പോൾ കെ വേണുവെല്ലാം ആണ് ഇപ്പോൾ അത് ഒന്ന് ഫ്ലറിഷ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. മറ്റൊന്ന്, സാറിന്റെ പഴയ ഒരു രാഷ്ട്രീയ ചെറുകഥ തട്ടുങ്കൽ കുഞ്ഞു പറയത് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ, തട്ടുങ്കൽ കുഞ്ഞു പറയത് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന കഥയിൽ രാഷ്ട്രീയ സ്വയം ഭോഗ സേവാ സംഘം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഇന്ന് അത്തരത്തിലൊന്ന് എഴുതുവാനായിട്ട് സാറിന് പറ്റുമോ? ഇതാണ് ഒന്നാമത്തേത്, അംബേദ്കർ ലേറ്റ് ആയിട്ട് വന്നതിൻ്റെ കാരണം എനിക്ക് വളരെ ശകലം ചരിത്രമേ അറിയത്തുള്ളൂ. നാരായണ ഗുരു ഇവിടെ തുടങ്ങി വെച്ച് കഴിഞ്ഞ ദളിത പുരോഗമന ആ പ്രസ്ഥാനമാണ് ഒരു പക്ഷേ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന ഒരു ബോധം നമുക്ക് തന്നതും അത് വളരെ യഥാർത്ഥമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷെ നാരായണ ഗുരു മറ്റൊരു വലിയ അബദ്ധം ചെയ്തു വെച്ചു. SNDP എന്നൊരു സ്ഥാപനം ഉണ്ടാക്കി. അതോടുകൂടി അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ എല്ലാം വേരിനിട്ട് വെട്ടുകെട്ടി. അദ്ദേഹത്തെ തന്നെ അവർ പുറത്താക്കുകയും എനിക്ക് തോന്നുന്നത് കേസ് കൊടുക്കുകയും ചെയ്തു അദ്ദേഹത്തിനെതിരെ. ഏതാണ്ടൊക്കെ ചെയ്തു, ഞാൻ അതൊക്കെ മറന്നുപോയി. നാണം കെട്ട കഥകൾ. അപ്പം അത് പക്ഷേ ഗുരുവാണ് ഇതിനെ നമുക്ക് ഇങ്ങനത്തെ ഒരു അവബോധം നമുക്ക് തന്നത്. ആ മനുഷ്യൻ്റെ ജോമി അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, ഡോക്ടർ പൽപ്പുവിൻ്റെ പേര് പറഞ്ഞു. അതിൽ അതെനിക്കിപ്പോൾ പറയാൻ ഒരു അവസരം ഉണ്ടായത് നന്നായി. പൽപ്പുവിനെ പോലെ ഒരു മനുഷ്യനാണ്, പൽപ്പുവിനെ പോലെയല്ല, സാക്ഷാൽ പൽപ്പുവാണ് ഇദ്ദേഹത്തെ പൊതുജീവിതത്തിലേക്ക്, സന്യാസ ജീവിതത്തിൽ അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, കേരളത്തിന് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഡോക്ടർ പൽപ്പു ചെയ്തത്. പിന്നെ രണ്ടാമത്തേത്, ഇത് എഴുതാൻ പറ്റില്ല. നമ്മൾ വെറുതെ തമാശ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സാർ, ജനാധിപത്യത്തെ കുറിച്ച് ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ എന്നുള്ള ഡെഫിനേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ TN ശേഷൻ അതിന് നല്ലൊരു നിർവചനം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ അറിവിൽ നിന്നുള്ള ആ ഡെഫിനേഷൻ ചിലരാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ചിലർക്ക് വേണ്ടിയുള്ള ചിലരുടെ ഭരണം എന്ന്. അതിനെന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാമോ? വളരെ സംശയമാണ്. കാരണം മലയാളികൾ ഈ രാഷ്ട്രീയം കൊണ്ട് തലയ്ക്ക് പിടിച്ചവരാ. മദ്യത്തേക്കാൾ വലിയ മയക്കുമരുന്നാണ്, അല്ലെ ലഹരിയാണ് നമുക്ക് രാഷ്ട്രീയം. ഇവരൊക്കെ നമ്മളുടെ നേതാക്കന്മാർ, ജനപ്രതിനിധികൾ നമ്മളുടെ നേതാക്കന്മാരെന്ന് വിശ്വസിക്കുന്ന ഒരു മണ്ടൻ സമൂഹമാണിത്. ഇവരെ ലീഡർ എന്ന് വിളിക്കുന്ന ഒരു മണ്ടൻ സമൂഹമാണിത്. ഞാൻ തിരഞ്ഞെടുത്ത് ശമ്പളം കൊടുത്ത് ഒരു കസേരയിൽ ഇരുത്തി വീട് കൊടുത്ത് ജോലി കൊടുക്കുന്ന ഒരുത്തൻ എൻ്റെ നേതാവാണ് എന്ന് പറയാൻ മാത്രം മണ്ടന്മാരാണ് നമ്മൾ. അപ്പം ഇത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. നമ്മളുടെ വിദ്യാസമ്പന്നത കൊണ്ട് എന്ത് ഫലമുണ്ടായി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അത് രാഷ്ട്രീയ പാർട്ടികൾ അവരങ്ങനെ ഞങ്ങൾ നേതാക്കന്മാരാണെന്ന് അവർക്കറിയാം. ജനങ്ങൾ ഞങ്ങളെ മുതലാളിമാരായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അവരുടെ മേലാളന്മാരെ ഞങ്ങളൊന്നും മിണ്ടുന്നില്ല, ഞങ്ങളത് അനുഭവിച്ച് സന്തോഷമായിട്ട് ജീവിക്കും. അപ്പം നമ്മളുടെ തലച്ചോറിൽ വെളിച്ചം വീഴാതെ ഇതിനൊരു മാറ്റവും വരികയില്ല.